ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് മസാല ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തൈര്, കോൺഫ്ലവർ, ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് കുറച്ച് നേരം മാറ്റി വെച്ചു. എന്നിട്ട് ഉള്ളി അരിയ നിന്ന് ആ ഉള്ളി അരിയുന്ന സമയം മാത്രമേ ചിക്കൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ അത് പൊരിക്കാൻ വെച്ചു. അപ്പോഴേക്കും ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും ഇട്ട് കൊടുത്തു. പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, ബിരിയാണി മസാല മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി. പിന്നെ എന്താ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതൊക്കെ മസാലയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മസാലയൊക്കെ ഇട്ടിട്ട് വീണ്ടും ഒന്ന് ഇളക്കി. ഇനി തൈര് ചേർത്ത് കൊടുക്കുക. ഈ തൈരിന് അധികം പുളിയില്ല, അപ്പോൾ അതാണ് ഇത്ര അധികം ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് കുറച്ച് മസാല അതിൽ നിന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് അതിൽ തന്നെ വെച്ച് പിന്നെ ചോറ് ഇട്ട് കൊടുത്തു. പിന്നെ മസാല ഇട്ടിട്ട് പിന്നെ ചോറ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മല്ലിച്ചപ്പ്, പുതിനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റിലും കുറച്ചും കൂടി മല്ലിച്ചപ്പ്, പുതിനൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ചിക്കൻ പൊരിച്ച എണ്ണ കുറച്ച് ബാലൻസ് ഉള്ളത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ്. എന്നിട്ട് മൂടി വെച്ചിട്ട് ആവിയിൽ ഇങ്ങനെ കുറച്ച് നേരം മൂടി വെച്ചു. അപ്പോഴേക്കും കഴിക്കാനായപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളക്കിയിട്ട് വിളമ്പുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇതിനേക്കാൾ നന്നായി ബിരിയാണി ഉണ്ടാക്കുന്നവരല്ലോ നിങ്ങളൊക്കെ.